നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാദമി. ഡെവലപ്പ് യുവർ കെമിസ്ട്രി വിത്ത് കെമിസ്ട്രി മൈസെൽഫ് ആനി സ്മിത. SN1 ആൻഡ് SN2 മെക്കാനിസംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ എറീൻസിലെ മെക്കാനിസംസിന് മുൻപായിട്ട് 3 ടേംസ് കൂടെ, സ്റ്റീരിയോ കെമിസ്ട്രിയുടെ 3 ടേംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെക്കാനിസം പഠിക്കാം. അപ്പോൾ 3 ടേംസ് ഏതൊക്കെയാണ്? റീടെൻഷൻ, inversion, racemization. റീടെൻഷൻ, ഇൻവേർഷൻ, റെസിമൈസേഷൻ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് വി ഹാവ് എൻ ഓർഗാനിക് കോമ്പൗണ്ട്, സെയിം XCABC. അതായത് ഇത് സ്റ്റീരിയോ സെൻറ്റർ ആണ്, കാർബൺ ആറ്റം ആണ്. കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് 3 ഗ്രൂപ്പ്സ്. എക്സ് എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഇതിലേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. സേ എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് Y-. എക്സ് ആണ്, എക്സ് മൈനസ് ആണ് ഈ പർട്ടിക്കുലർ കോമ്പൗണ്ടിലെ ന്യൂക്ലിയോഫൈൽ എന്ന് വിചാരിക്കും. സോ ദി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ടേക്ക് പ്ലേസ്, ഇസ്ന്റ് ഇറ്റ്? ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ഇതിൻ്റെ കോൺഫിഗറേഷൻ A, B, C, Y. ഇപ്പോൾ ആ സ്റ്റീരിയോ സെൻറ്ററിലുള്ള കോൺഫിഗറേഷൻസിനൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. റിലേറ്റീവ് കോൺഫിഗറേഷൻ, അതായത് ഈ ആദ്യത്തെ കോമ്പൗണ്ടിൽ എ എന്നുള്ള ആ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കാർബണിനോട് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഈ പ്രോഡക്റ്റിലും എയുടെ പൊസിഷൻ, ബിയുടെ പൊസിഷൻ, സിയുടെ പൊസിഷനൊക്കെ സെയിം ആണ്. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ. എക്സിന് പകരം വൈ വന്നു എന്ന് മാത്രം. മറ്റൊരു തരത്തിലുള്ള ബോണ്ട് ബ്രേക്കേജസും അവിടെ ഒക്കർ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സച്ച് ട്രാൻസ്ഫർമേഷൻ വെർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി റിലേറ്റീവ് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദി സ്റ്റീരിയോ സെൻറ്റർ. സ്റ്റീരിയോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈറാൽ കാർബൺ അല്ലേ? അങ്ങനെ കോൺഫിഗറേഷണൽ, റിലേറ്റീവ് കോൺഫിഗറേഷണൽ ചേഞ്ചസ് വരാത്ത ട്രാൻസ്ഫോർമേഷൻസിനാണ് നമ്മൾ റീടെൻഷൻ എന്ന് പറയുന്നത്. റീടെൻഷൻ വേർഡ് മീനിങ്ങും അത് തന്നെയാണല്ലോ, റീറ്റെയിൻ ചെയ്യുക, ഇസ്ന്റ് ഇറ്റ്? സോ ദിസ് ഇസ് ദി പ്രോസസ് നോൺ ആസ് റീടെൻഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. C2H5 ഇവിടെ X എഴുതാം. CH3 this is H. ഈ മീഥൈൽ ഗ്രൂപ്പ് ടുവേർഡ്സ് us, ഹൈഡ്രജൻ എവേ ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി ബോർഡ്, ബാക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് Y ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C2H5 എക്സിന് പകരം Y, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ. ഇങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് റീടെൻഷൻ അല്ലേ? ഇനി നമ്മൾ മഴയത്ത് കുട ചൂടി നടക്കുമ്പോൾ ഭയങ്കര കാറ്റ് വന്നു കഴിഞ്ഞാൽ കുട തിരിഞ്ഞു മറിയും അല്ലേ? ഇൻസൈഡ് ഔട്ടായിട്ട് തിരിഞ്ഞു മറിയും. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് വരയ്ക്കാൻ പോകുന്നത്.
ഹൈഡ്രജൻ CH3. കണ്ടോ? ഇത് തിരിഞ്ഞു വന്നു അല്ലേ? ഈ മീഥൈൽ മോളിക്യൂള് അപ്പുറത്തെ സൈഡിലേക്ക് പോയി, ഹൈഡ്രജനും അപ്പുറത്തെ സൈഡിലേക്ക് പോയി, എക്സ് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. എക്സിന് പകരം ഇവിടെ Y ആണെന്ന് മാത്രം. അപ്പോൾ ഈ റിയാക്ഷന് ശേഷം നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ റിലേറ്റീവ് കോൺഫിഗറേഷൻ, സ്റ്റീരിയോ സെൻറ്ററിന് ചുറ്റുമുള്ള കോൺഫിഗറേഷൻ മൊത്തത്തിൽ ചേഞ്ചായി അല്ലേ? മുറിച്ചു മാറ്റി പിന്നെയും തിരിച്ചു ഘടിപ്പിച്ചതുപോലെയാണ്. ഇസ്ന്റ് ഇറ്റ്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും പോലെയായി ഇപ്പോൾ. ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസിന് പറയുന്നതാണ് ഇൻവേർഷൻ. ദർ ഇസ് എൻ ഇൻവേർഷൻ ഇൻ ദി കോൺഫിഗറേഷൻ. അപ്പോൾ റീടെൻഷൻ എന്താണെന്ന് മനസ്സിലായി, ഇൻവേർഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻവേർഷൻ നടക്കണമെങ്കിൽ സ്റ്റീരിയോ സെൻറ്ററിലുള്ള എല്ലാ ബോൺസും അവിടെ അഴിച്ചു പണിതു അല്ലേ? മിക്കവാറും എല്ലാ ബോൺസും തന്നെ അഴിച്ചു പണിത് എന്നിട്ടാണ് ഈ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ നമുക്ക് ഈ മീഥൈൽ ഗ്രൂപ്പ് അപ്പുറത്തെ സൈഡിലേക്ക് വരില്ല. എവറിത്തിങ് ഗോട്ട് ഇൻവേർട്ടഡ്. സപ്പോസ് ഈ കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ഈ രണ്ട് പ്രോഡക്ട്സും കിട്ടിയെന്ന് വിചാരിക്കും. 50% എയും 50% ബിയും. നിങ്ങൾക്ക് റിയാക്റ്റൻ്റ് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ റിയാക്റ്റൻറ്റിനെ നമ്മൾ ഒരു ന്യൂക്ലിയോഫൈൽ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എ മാത്രം ഉണ്ടായാൽ ഇറ്റ് ഈസ് റീടെൻഷൻ, ബി മാത്രം ഉണ്ടായാൽ ഇറ്റ് ഈസ് ഇൻവേർഷൻ. ഇനി എയും ബിയും ഈക്വൽ പാർട്സ് ഉണ്ടായാൽ, ഈക്വൽ പ്രൊപ്പോർഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് റെസിമൈസേഷൻ. എന്താണ് റെസിമൈസേഷൻ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് ആണ്. ഇസ്ന്റ് ഇറ്റ്? ബോത്ത് ദീസ് പ്രോഡക്ട്സ്. സോ ദേ വിൽ ഹാവ് എ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലേവോ റൊട്ടേറ്ററി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ DL മിക്സ്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണെങ്കിൽ, അതായത് എനാൻഷ്യോമേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? എനാൻഷ്യോമേഴ്സ് ആണെങ്കിൽ അവർ ഒരാൾ ഡെക്സ്ട്രോയും മറ്റേയാൾ ലേവോ ആയിരിക്കും. അതുപോലെ അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ +30 ആൻഡ് -30, ഒരാൾ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ, പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്താൽ മറ്റേയാൾ പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ 30 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടുപേരുടെയും ഈക്വൽ പ്രൊപ്പോർഷൻ ആണെങ്കിൽ രണ്ടുപേരുടെയും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസലായി പോകും. സോ ദി പ്രോഡക്റ്റ് വിൽ നോട്ട് ഷോ എനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. റിസൾട്ടിംഗ് പ്രോഡക്റ്റ് റെസിമൈസേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ റെസിമിക് മിക്സ്ചർ വിൽ ബി ഹാവിംഗ് 50% ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് 50% ലേവോ റൊട്ടേറ്ററി പ്രോഡക്ട്സ് വിച്ച് വിൽ ഹാവ് നോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് റെസിമൈസേഷൻ. ഇനി നമുക്ക് നമ്മുടെ മെക്കാനിസംസ് പഠിക്കാം. ഹാലോ ആൽക്കെയിൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ രണ്ട് മെക്കാനിസംസ് ഉണ്ട്. SN1 മെക്കാനിസം ആൻഡ് SN2 മെക്കാനിസം. വിൽ സീ വാട്ട് ആർ ദി. SN1 ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. SN1 മെക്കാനിസം. സബ്സ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രസൻസിലാണ് ഈ SN1 മെക്കാനിസം സാധാരണ നടക്കുന്നത്. അതായത് വാട്ടർ, ആൽക്കഹോൾ, അസിറ്റിക് ആസിഡ് അങ്ങനെയുള്ള പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രസൻസിലാണ് SN1 മെക്കാനിസത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. CH3 thrice CBr in the presence of nucleophile OH minus. പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3 thrice COH plus Br minus. ഇതല്ലേ പ്രോഡക്റ്റ്. ഈ റിയാക്ഷൻ രണ്ട് സ്റ്റെപ്സിലായിട്ടാണ് സാധാരണയായിട്ട് നടക്കുന്നത്. സോ ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 steps. CH3 thrice CBr. ആദ്യം തന്നെ പ്രോട്ടിക് ആസിഡിൻ്റെ പ്രസൻസിലാണല്ലോ. ഇറ്റ് വിൽ ബി
dissociated into carbocation and the nucleophile. അതാണ് സ്റ്റെപ്പ് 1 ആൻഡ് ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ത് സ്റ്റെപ്പും കൂടിയാണ്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പും കൂടിയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആരാണ്? കാർബോകാറ്റയോൺ ആണ്. കാർബോകാറ്റയോണിൻ്റെ പ്രത്യേകത എന്താണ്? കാർബോകാറ്റയോണിലെ കാർബൺ ആറ്റം ഇസ് sp2 hybridized എന്ന് നിങ്ങൾക്കറിയാം, isn't it? And it is a planar structure. planar structure ആണ്. ഇതെല്ലാം ഇക്വലൻ്റ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ OH മൈനസ് ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യപ്പെടും. എന്നിട്ട് യു വിൽ ഗെറ്റ് ദി പ്രോഡക്റ്റ് CH3 thrice COH, isn't it? ഇനി നമുക്ക് ഈ SN2 മെക്കാനിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് SN1ഉം SN2ഉം തമ്മിലുള്ള കമ്പാരിസണൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പം ഇത് 2 സ്റ്റെപ്പിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്. 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. SN1 എന്നെഴുതിയിരിക്കുന്നത് എന്തായിരിക്കും? കൈനറ്റിക്സ് ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഈ SN1 മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. കാരണം ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഒറ്റൊരു റിയാക്റ്റൻ്റേ ഉള്ളൂ, isn't it? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ആ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ആ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആര് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ന്യൂക്ലിയോഫൈൽ. ഈ OH മൈനസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, 2 സ്റ്റെപ്പ് റിയാക്ഷൻ. ഇത്രയും മനസ്സിലായില്ലേ? ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നാലാമത്തെ ഒരു കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ടേർഷ്യറി ആയിട്ടുള്ള ആൽക്കഹോൾസാണ് ഏറ്റവും കൂടുതൽ SN1 മെക്കാനിസം പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് പ്രൈമറി. ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇസ് tertiary greater than secondary greater than primary. This is the order of reactivity. മനസ്സിലായില്ലേ? അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ടേർഷ്യറി കൂടുതൽ സ്റ്റേബിൾ ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേർഷ്യറി കാർബോകാറ്റയോൺ ആണ് ഏറ്റവും സ്റ്റേബിൾ. സെക്കൻഡറിയും പ്രൈമറിയും അത്രയ്ക്ക് സ്റ്റേബിൾ അല്ല. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഈസ് വൈ ദി റിയാക്ടിവിറ്റി ഓർഡർ ഇസ് tertiary alcohol greater than secondary alcohol greater than primary alcohol. ഇനി allylic halides ബെൻസീലിക് ഹാലൈഡ്സും നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ? allylic halides means CH3 CH double bond CH CH2 Cl. This is an example of an allylic halide. ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷേ ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ്, isn't it? അപ്പോൾ അതാണ് allylic halide. ഇങ്ങനെയുള്ള allylic ഹാലൈഡുകളും SN1 മെക്കാനിസമാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കാർബോകാറ്റയോൺ എത്ര ഈസി ആയിട്ട് ഫോം ചെയ്യുന്നോ, എത്ര ഈസി ആയിട്ട് സ്റ്റെബിലൈസ്ഡ് ആവുന്നോ, അതനുസരിച്ചിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ കാർബോകാറ്റയോൺ ഈസി ആയിട്ട് ഇവിടെ ഫോം ചെയ്യും. കാരണം ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ Cl- പോയി കഴിഞ്ഞാൽ ദർ വിൽ ബി a carbocation formation over here which can be stabilized by the shift of the pi bond. മനസ്സിലായോ? അപ്പോൾ ഈ allylic ആയിട്ടുള്ള ഹാലൈഡ്സിൻ്റെ കേസിലും പ്രിഫർ ചെയ്യുന്നത് എന്ത് മെക്കാനിസമാണ്? SN1 mechanism. Similarly, benzylic halides CH2Cl. This is a benzylic halide. അപ്പോൾ ഇവിടെയും കാർബോകാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ, ഈ കാർബൺ ആറ്റം ഫോം ചെയ്യുമ്പോൾ this pi bond can shift to this position and make it stabilized. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉള്ളിടത്തൊക്കെ
SN1 മെക്കാനിസമാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ SN1 മെക്കാനിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടെ ടീച്ചർ ഓർമ്മപ്പെടുത്താം. പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രസൻസ്, 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്, റേറ്റ് ഓഫ് റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്താണ്, ടേഴ്സറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. പിന്നെ അവസാനം പറഞ്ഞത് അല്ലൈലിക് ആയിട്ടുള്ള ഹാലൈഡ്സും ബെൻസീലിക് ആയിട്ടുള്ള ഹാലൈഡ്സും ആരാണ് പ്രിഫർ ചെയ്യുന്നത്, SN1 മെക്കാനിസത്തിലൂടെ റിയാക്ട് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ SN2 ആയാലും ശരി SN1 ആയാലും ശരി റിയാക്ടിവിറ്റി ഓർഡർ എപ്പോഴും ഫോർ ദ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. RI ഗ്രേറ്റർ ദാൻ RBr ഗ്രേറ്റർ ദാൻ RCl ഗ്രേറ്റർ ദാൻ RF. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ SN1 മെക്കാനിസത്തിൽ നമ്മൾ എടുക്കുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂൾ, അതായത് ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ്, ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കും. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആകുമ്പോൾ കാർബണിന് ചുറ്റുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് വിൽ ബി ഡിഫറെൻറ്റ്, ഇറ്റ് വിൽ നോട്ട് ബി സെയിം. നമ്മൾ എടുത്ത എക്സാമ്പിളിൽ നമ്മൾ എല്ലാം മെയ്തൈൽ ഗ്രൂപ്പ്സ് ആണ് എടുത്തത്, ഇസ്ന്റ് ഇറ്റ്? ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിക്കും. സപ്പോസ് ഇറ്റ് ഈസ് എൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഒന്ന് നമുക്ക് C2H5 എടുക്കാം, ഇത് Cl എടുക്കാം, ഇത് നമുക്ക് CH3 എടുക്കാം, ഇത് ഹൈഡ്രജനും എടുക്കാം. ഇതിനെ OH- ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ് ഇൻ ദി പ്രസൻസ് ഓഫ് എ പ്രോട്ടിക് ആസിഡ്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പിലാണ് നടക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ആദ്യം ഫോം ചെയ്യുന്നത് എന്താണ്, കാർബോ കാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ ഈ കാർബണിന് ചുറ്റുമുള്ള സ്റ്റീരിയോ കെമിസ്ട്രി മാറും. C2H5, ഇത് Hഉം ഇത് CH3, ഇങ്ങനെ മാറും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത് ഒരു പ്ലെനാർ മോളിക്യൂളാണ്. ഈ കാർബോ കാറ്റയോൺ ഇസ് എ പ്ലെനാർ മോളിക്യൂൾ. Cl- പോയല്ലോ, ഇങ്ങനെയാണല്ലോ ഇത് ഫോം ചെയ്യുന്നത്. നൗ ദിസ് ഇസ് എ പ്ലെനാർ മോളിക്യൂൾ. അപ്പോൾ ഈ പ്ലെനാർ മോളിക്യൂൾ ആവുമ്പോൾ ഇനി വരാൻ പോകുന്നത്, അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ആരാണ്, OH-. അപ്പോൾ OH- ഇങ്ങനെ വേണമെങ്കിൽ വന്ന് അറ്റാക്ക് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ വന്ന് അറ്റാക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ അറ്റാക്ക് ഇൻ എനി മാനർ. അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ 4 ബോൺസ് വരുമ്പോൾ ഈ കാർബണിൻ്റെ പ്ലെനാർ സ്ട്രക്ചർ വീണ്ടും ചേഞ്ച് ആയിട്ട് അത് ടെട്രാഹീഡ്രൽ ബോൺസ് ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ടെട്രാഹീഡ്രൽ ബോൺസ് ആയിട്ട് മാറിയിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ദർ ഇസ് 50% ഈക്വൽ പ്രൊബബിലിറ്റി ആണ് നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യാനും റീറ്റെയിൻഡ് ആയിട്ടുള്ള കോൺഫിഗറേഷനുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യാനും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാർബോ കാറ്റയോൺ ഫോർമേഷൻ ആണ് സത്യത്തിൽ ഇതിൻ്റെ ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ കോൺഫിഗറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വിൽ ബി ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്, കാരണം നമുക്കൊരു റെസിമിക് മിക്സ്ചറാണ് കിട്ടുക, വിച്ച് ഇസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. കാരണം ഇവിടെ 50% ചാൻസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്, കോൺഫിഗറേഷൻ ചേഞ്ച് വന്നത്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിനും റീറ്റെൻഷൻ ഉള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിനും ഈക്വൽ ചാൻസസ് ആണ്. സോ വി ഗെറ്റ് എ റെസിമിക് മിക്സ്ചർ വേർ ദി പ്രോഡക്റ്റ് ഇസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ്. നെക്സ്റ്റ് ഇസ് SN2 മെക്കാനിസം. SN2 മെക്കാനിസം. N സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. CH3Cl പ്ലസ് OH-. ഇവിടെ പ്രോട്ടിക് സോൾവെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. CH3OH പ്ലസ് Cl-. ഇനി ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. SN2 മെക്കാനിസമാണ്, ഇസ്ന്റ് ഇറ്റ്? ഇറ്റ് ഫോളോസ് എ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. അതായത് ഇത് സിംഗിൾ സ്റ്റെപ്പാണ്. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നത് കൊണ്ട്
രണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ റേറ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഹൈഡ്രജൻ facing us, hydrogen away from the plane of the board, this hydrogen along the plane of the board, and this is chlorine. Tetrahedral ആണ്, isn't it? ഇനി ഇതിലേക്ക് OH മൈനസ് വന്ന് റിയാക്ട് ചെയ്യാണ്. OH minus is a nucleophile having negative charge. Cl minus is also a nucleophile having negative charge. അപ്പോൾ ഇത് ഇങ്ങനെ ഹെഡ് ടു ഹെഡ് ആയിട്ട് വന്ന് അപ്രോച്ച് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് കം ഹെഡ് ടു ഹെഡ്. മനസ്സിലായോ? കാരണം ഇവർ റിപ്പൽ ചെയ്തു പോവും, രണ്ടുപേരും ന്യൂക്ലിയോഫൈൽസ് അല്ലേ. അപ്പോൾ ഈ OH മൈനസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് പിന്നിലൂടെയാണ്. It comes an attack from behind. OH minus ഇനി ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് ഒന്നുമല്ല, ഇത് സിംപ്ലി എ ട്രാൻസിഷൻ. കാർബണും OH ബോണ്ടും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയി തുടങ്ങും, കാർബണും Clഉം തമ്മിലുള്ള ബോണ്ട് വീക്കായി തുടങ്ങും. ഹൈഡ്രജൻ വിൽ ബി remaining as such. This hydrogen will be here, and here will be another hydrogen like this. This stable അല്ല, കാരണം കാർബണിൽ ഇപ്പോൾ 5 ബോണ്ട്സ് ഉണ്ട്. ഇത് പതുക്കെ ലീവ് ആകും. ലീവ് ആയിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ വരിക? This is H. It will come like this. Hydrogen. This hydrogen will be like this. നോക്കൂ, കാർബണിലെ റിലേറ്റീവ് കോൺഫിഗറേഷന് ചേഞ്ച് വന്നു. ഇറ്റ് ഗോട്ട് ഇൻവേർട്ടഡ്. ഹൈഡ്രജൻ ആറ്റംസ് ഇൻവേർട്ടഡ് ആയി അല്ലേ, അങ്ങോട്ട് തിരിഞ്ഞു. isn't it? നമ്മൾ ഇൻവേർഷൻ കണ്ടില്ലേ? റീടെൻഷൻ, ഇൻവേർഷൻ, റെസിമൈസേഷൻ കണ്ടില്ലേ? അതിലെ ഇൻവേർഷനാണ് ഇവിടെ സംഭവിച്ചത്. എല്ലാ ഹൈഡ്രജൻ ആറ്റംസ് ആയതുകൊണ്ട് നമുക്കിവിടെ വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല, isn't it? ബട്ട് ഇഫ് ഇറ്റ് ഇസ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്, ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ശരിക്കും വ്യത്യാസം വരും. ഡെക്സ്ട്രോ ആയിട്ടുള്ള കോമ്പൗണ്ട് ലേവോ ആയിട്ട് മാറും. മനസ്സിലായോ? സോ ദർ ഈസ് ആൻ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ അറ്റ് ദി സ്റ്റീരിയോ സെൻറ്റർ. ഇവിടെ ഇത് സ്റ്റീരിയോ സെൻറ്റർ അല്ല, കാരണം എല്ലാം ഹൈഡ്രജൻ ആറ്റംസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി. SN1 മെക്കാനിസത്തിൽ നേരെ തിരിച്ചായിരുന്നു അല്ലേ? ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ്. എന്തായിരിക്കും കാരണം? ഇത് 2 സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല, സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഇവിടെ കാർബോകാറ്റയോൺ ഫോർമേഷൻ ഉണ്ടോ? ഇല്ല. അവിടെ SN1 മെക്കാനിസത്തിൽ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ടേർഷറി അവിടെ കൂടുതൽ സ്റ്റേബിൾ ആയതും ടേർഷറി കൂടുതൽ റിയാക്റ്റീവ് ആയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബൾക്കി ഗ്രൂപ്പ് ഇഫക്റ്റ് ആണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. ബൾക്കി ഗ്രൂപ്പ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാർബണിന് ചുറ്റും ഹൈഡ്രജൻ ആറ്റംസ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് എ പ്രൈമറി അൽക്കൈൽ ഹാലൈഡ്. പക്ഷേ ഇവിടെ ഒരു മീത്തൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീത്തൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീത്തൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ കുറേ മീത്തൈൽ ഗ്രൂപ്പ്സ് അവിടെ ക്രൗഡ് ചെയ്തിരിക്കുകയാണ്. ഈ OHന്, ഈ ന്യൂക്ലിയോഫൈലിന് അതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. isn't it? തിരക്ക് പിടിച്ച് ഒരാളെ കുറേ പേര് കൂട്ടം കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. isn't it? എൻട്രി ഈസ് ഡിനൈഡ് ബിക്കോസ് ഓഫ് ദിസ് ബൾക്കി ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് ആവുമ്പോൾ അവിടെ ചെറിയ ആറ്റംസ് ആണ്, ബൾക്കിയൊന്നുമല്ല, മെലിഞ്ഞ ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ ഈ OH മൈനസിന് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് കൂടുതൽ റിയാക്റ്റീവ് ആയത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ SN2 മെക്കാനിസം ആണിത്, അതായത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്.
ഇവിടെ പ്രോട്ടിക് സോൾവെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സിംഗിൾ സ്റ്റെപ്പാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ നടക്കും. പക്ഷേ SN1 മെക്കാനിസത്തിൽ ഇൻവേർഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം റെസിമിക് മിക്സ്ചറാണ് ഫോം ചെയ്യുന്നത്. ഹിയർ ദർ ഇസ് ആൻ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്നുകൂടെ ടീച്ചർ കമ്പയർ ചെയ്ത് പറയാം. SN1 മെക്കാനിസത്തിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു. SN2 മെക്കാനിസത്തിൽ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു. SN1 മെക്കാനിസത്തിൽ പ്രോട്ടിക് സോൾവെൻസ് വേണം. SN2 മെക്കാനിസത്തിൽ പ്രോട്ടിക് സോൾവെൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി SN1 മെക്കാനിസത്തിൽ ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. SN2 മെക്കാനിസത്തിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി ആണ്. ഇനി SN1 മെക്കാനിസത്തിൽ there is no inversion in configuration at the carbon atom, but there is inversion in the configuration of carbon atom in the case of SN2 mechanism. Two-step process ആണ് SN1 mechanism. സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ് SN2 മെക്കാനിസം. അപ്പോൾ ഇത്രയുമാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ്. മനസ്സിലായില്ലേ? ഇനി രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വി ഹാവ് 2 പെയർസ് ഓഫ് മോളിക്യൂൾസ് A and B. ഫസ്റ്റ് പെയറിൽ ആരാണ് SN2 മെക്കാനിസം ഫേവർ ചെയ്യുന്നത്? ഏതായിരിക്കും SN2 മെക്കാനിസം? SN2 മെക്കാനിസത്തിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്താണ്? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷ്യറി. അപ്പോൾ ഇതിൽ ഏതാണ് പ്രൈമറി? ദിസ് ഇസ് പ്രൈമറി. കാരണം ഇത് CH2ലേക്കാണ് ഈ ക്ലോറിൻ ആറ്റം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ദിസ് കാർബൺ ഇസ് പ്രൈമറി. 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ദിസ് ഇസ് അറ്റാച്ച്ഡ് ടു ഓൺലി 1 അതർ കാർബൺ ആറ്റം. അതേസമയം ഈ ക്ലോറിൻ ഇസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു 2 അതർ കാർബൺ ആറ്റം. ഇറ്റ് ഇസ് സെക്കൻഡറി. അപ്പോൾ പ്രൈമറിയാണ് SN2 ഫേവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഫേവേഴ്സ് SN2. ഇനി ഇവർ തമ്മിൽ രണ്ടുപേരുടെയും സ്ട്രക്ചർ നോക്കൂ. 1 2 3 4 മ്യൂട്ടെയിൻ ആണ്. അയഡോ ബ്യൂട്ടെയിൻ 1 2 3 4. ഇതും ബ്യൂട്ടെയിൻ തന്നെയാണ്, ക്ലോറോ ബ്യൂട്ടെയിൻ. ഇവർ തമ്മിൽ SN2 ഫേവർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ഈ കേസ് ടീച്ചർ ഡിസ്കസ് ചെയ്തതാണ്. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആവുമ്പോൾ SN1 ആകട്ടെ SN2 ആകട്ടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഹാലജന് ഡിപ്പെൻഡ് ചെയ്യും. റിയാക്റ്റീവ് ആയിട്ടുള്ള ഹാലജൻ, സൈസ് കൂടിയ ഹാലജനാണ്, അയഡിൻ ആണ്. സോ ദിസ് വൺ പ്രിഫേഴ്സ് SN2 മെക്കാനിസം. SN1 മെക്കാനിസം ആണെങ്കിൽ ഈ അയഡോ ബ്യൂട്ടെയിൻ തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുക. ബാക്കി 2 കോമ്പൗണ്ട്സിൽ ഇപ്പോൾ എയിലെ സെക്കൻഡ് കോമ്പൗണ്ടും ബിയിലെ സെക്കൻഡ് കോമ്പൗണ്ടും SN2 മെക്കാനിസം തരില്ല എന്നുള്ള അർത്ഥമില്ല. നമ്മൾ പറഞ്ഞത് ഫാസ്റ്ററായിട്ട് ഇതിൽ ഏത് റിയാക്റ്റൻ്റാണ് SN2 മെക്കാനിസത്തിൽ റിയാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നതെന്നാണ്. അപ്പോൾ ഈ അയഡോ ബെൻസിനാണ് പെട്ടെന്ന് SN2 മെക്കാനിസത്തിൽ റിയാക്ട് ചെയ്യുക. ഈ കേസിൽ പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡാണ് ഫാസ്റ്ററായിട്ട് SN2 മെക്കാനിസം നടക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഐസോമെറിക് ആയിട്ടുള്ള ബ്രോമോബ്യൂട്ടെയിൻ. ബ്രോമോബ്യൂട്ടെയിൻ്റെ ഐസോമേഴ്സ് എത്ര ഉണ്ടാവും നമുക്ക് വരച്ച് നോക്കാം. അവരെ നമ്മൾ SN1 മെക്കാനിസത്തിൻ്റെ റിയാക്ടിവിറ്റി ഓർഡറിലും SN2 മെക്കാനിസത്തിൻ്റെ റിയാക്ടിവിറ്റി ഓർഡറിലും റെപ്രസെൻറ്റ് ചെയ്യാനാണ് ചോദ്യം. കേട്ടല്ലോ? അപ്പോൾ ഐസോമെറിക് ബ്രോമോബ്യൂട്ടെയിൻസ്. ബ്രോമോബ്യൂട്ടെയിൻ എന്ന് പറഞ്ഞാൽ CH3 CH2 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 Br ഇല്ലേ? ഇതാണ് ഒരെണ്ണം, ഒരു ഐസോമർ. ഇനി CH3 twice CH CH2 Br സെക്കൻഡ് ഐസോമർ. ഇനി CH3 CH2 CH Br CH3 ഇങ്ങനെ ഒരെണ്ണാവാം. പിന്നെ CH3 thrice C Br
ഓക്കെ, അപ്പം ഇങ്ങനെ 4 ഐസോമേഴ്സ്. ഇതിൽ ഇവരുടെ ഓർഡർ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. SN1-ൻ്റെ റേറ്റ് ഓഫ് റിയാക്ടിവിറ്റിയും SN2-ൻ്റെ റേറ്റ് ഓഫ് റിയാക്ടിവിറ്റി. അപ്പോൾ നമ്മളത് മനസ്സിൽ വിചാരിക്കുക. ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് SN1-ൽ. നമുക്ക് ആദ്യം SN1 എഴുതി നോക്കാം. SN1-ൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആരായിരിക്കും? SN1 ടേർഷറി ആണ് ഏറ്റവും ഹൈ ആയിട്ട് റിയാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ടേർഷറി ആരാണ്? CH3 ത്രൈസ് CBr. ദിസ് ഇസ് ടേർഷറി. അപ്പോൾ ഇതാണ് ഏറ്റവും ഹൈ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ലീസ്റ്റ് റിയാക്റ്റീവ് ആരായിരിക്കും? പ്രൈമറി. ദിസ് ഇസ് പ്രൈമറി. അപ്പോൾ ഇവിടെ ഇത് ഈ സ്ട്രക്ചർ കണ്ടോ, സിയിലാണ് ഇവിടെ ബ്രോമിൻ ഉള്ളത്. ഈ സിയിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണ്. ഇപ്പുറത്ത് ഒരു കാർബണുണ്ട്, ഇപ്പുറത്ത് ഒരു കാർബണുണ്ട്. ദാറ്റ് ഇസ് സെക്കൻഡറി. അപ്പോൾ ഈ ടേർഷറി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി ആണ്. പിന്നെ ഇത് നോക്കൂ, ഇതും പ്രൈമറി ആണ്, ഇതും പ്രൈമറി ആണ്. അപ്പോൾ ഈ 2 പ്രൈമറിയിലും ഏതാണ് SN1 ഫേവർ ചെയ്യാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പ്രൈമറി കാർബൺ ആറ്റത്തോട് ചേർന്നൊരു സെക്കൻഡറി കാർബൺ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഫേവറബിൾ കണ്ടീഷനുണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ എന്താ തന്നെയായാലും കാർബോകാറ്റോൺ ഫോർമേഷൻ ആണല്ലോ. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് തൊട്ടടുത്ത കാർബണിൽ ഉള്ളതുകൊണ്ട് ദിസ് വിൽ ബി മോർ റിയാക്റ്റീവ് ദാൻ ദി ഫസ്റ്റ് വൺ വെർ ദർ ആർ നോ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ലീസ്റ്റ് റിയാക്റ്റീവ്. CH3 CH2 CH2 CH2Br. പിന്നെ ഇത് CH3 twice CH CH2Br less than secondary CH3 CH2 CH BR CH3. പിന്നെ ഫൈനലി ടേർഷറി CH3 thrice CBr. ഇനി SN2 മെക്കാനിസം നേരെ തിരിച്ചായിരിക്കും അല്ലേ. അവിടെ പ്രൈമറിയാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ലീസ്റ്റ് റിയാക്റ്റീവ് ടേർഷറി ആയിരിക്കും. CH3 thrice CBr ലെസ് ദാൻ സെക്കൻഡറി CH3 CH2 CHBr CH3 less than CH3 twice CH2Br. Finally CH3 CH2 CH2Br. ഓക്കെ, അപ്പോൾ ഇതാണ് SN1-ൻ്റെയും SN2-ൻ്റെയും റിയാക്ടിവിറ്റി ഓർഡർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി പ്രോബ്ലംസ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എലിമിനേഷൻ റിയാക്ഷനും റിയാക്ഷൻ വിത്ത് മെറ്റൽസും കാണാം. ഹാലോ ആൽക്കെയിൻസിൻ്റെ അടുത്ത 2 കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. പിന്നെ ഒരു 2 ക്ലാസ്സും കൂടെ നമുക്ക് വേണം നമ്മുടെ ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും കഴിയാൻ വേണ്ടിയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.